നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്നതിൽ ഡൽഹി പോലീസ് ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുകയാണ്. അതായത് UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനാണ് ഡൽഹി പോലീസ് ഇപ്പോൾ ഒരു നിർണായകമായ ഒരു നീക്കം നടത്തുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. നിലവിൽ അനധികൃതമായി സംഘം ചേർന്നതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമടക്കം വിവിധ വകുപ്പുകളിലാണ് കേസ് എടുത്തിട്ടുള്ളത്. ഔദ്യോഗിക വസതിക്ക് സമീപം ധർണ നടത്തിയ നടപടി സത്യപ്രതിജ്ഞയുടെ ലംഘനമാണെന്ന് നിയമവിദഗ്ധരും ഭരണഘടനാ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164(3) പ്രകാരവും ഒരു MP അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ആർട്ടിക്കിൾ 99 പ്രകാരവും ഭരണഘടനയെ സംരക്ഷിക്കുമെന്നും നിയമം പാലിക്കുമെന്നും പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ സത്യപ്രതിജ്ഞ ചെയ്തവരാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ നാടകം സംഘടിപ്പിച്ചത്. നിരോധനാജ്ഞ നിലവിലുള്ള അതീവ സുരക്ഷാ മേഖലയിലേക്ക് മനഃപൂർവ്വം പ്രവേശിച്ച് നിയമം ലംഘിക്കുന്നത് സത്യപ്രതിജ്ഞയുടെ ആത്മാവിന് വിരുദ്ധമാണെന്ന വാദവുമുണ്ട്. അതേസമയം കൊണാട്ട് പ്ലേസിൽ വെച്ച് ദ്രുതകർമ്മസേനയെ ആക്രമിച്ചെന്നാരോപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർക്ക് എതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആകെ 10 കേസുകളാണ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം ജന്തർ മന്ദിറിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധിക്കാൻ എത്തിയവർക്ക് നേരെ പെലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഡൽഹി പോലീസിന്റെ വാദം തള്ളിക്കൊണ്ട് ആശുപത്രി തന്നെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. CJP നടത്തുന്ന പ്രതിഷേധങ്ങൾക്കിടെ ദ്രുതകർമ്മസേന പെലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന വാദം ശരിവെക്കുന്നതാണെന്നാണ് ഡൽഹി ലിഹേഡി ഹാർഡിംഗ് ആശുപത്രിയിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പെലറ്റ് ഗൺ പ്രയോഗത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സമരക്കാരന് ലേഡി ഹാർഡിംഗ് ആശുപത്രിയിൽ വെച്ച് അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ നടത്തിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇയാളുടെ കണ്ണിൽ തറച്ച പെലറ്റ് നീക്കം ചെയ്തിട്ടുണ്ട്. ഇയാളുടെ നെഞ്ചിലും കഴുത്തിലും കൂടുതൽ പെലറ്റുകൾ തറച്ചിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യുന്നതിനായി വരും മണിക്കൂറുകളിൽ കൂടുതൽ ശസ്ത്രക്രിയകൾ നടത്തും. ഇതാദ്യമായാണ് രാജ്യതലസ്ഥാനത്ത് സമരക്കാർക്ക് നേരെ പലറ്റ് ഗണ്ണുകൾ പ്രയോഗിച്ചത്. പലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റയാളുടെ കാഴ്ചയ്ക്ക് തകരാർ സംഭവിച്ചിട്ടോ എന്ന് കൂടുതൽ വ്യക്തതയില്ല. പാർലമെന്റ് മാർച്ചിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ പലറ്റ് തോക്കുകൾ പ്രയോഗിച്ചുവെന്ന CJPയുടെ ആരോപണം ഡൽഹി പോലീസ് പൂർണ്ണമായും തള്ളുകയാണ്. പ്രതിഷേധങ്ങൾക്ക് പൈലറ്റ് തോക്കുകൾ കൈവശം വയ്ക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പങ്കിടുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്നും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുന്നതിനോ മുമ്പ് ഔദ്യോഗികമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വസ്തുതകൾ പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ വ്യാജ സന്ദേശങ്ങൾ അയച്ചതിന് കേസെടുക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. കിംവദന്തികൾ പ്രചരിക്കുന്നവർക്കെതിരെയും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡൽഹി പോലീസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ ഒരൊറ്റ പോസ്റ്റിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പ്രതിഷേധക്കാർക്ക് നേരെ സ്റ്റൺ ഗൺ പ്രയോഗിച്ചതായി ഒരു ഉപഭോക്താവ് അവകാശപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പോലീസ് ഈ അവകാശവാദവും തള്ളിക്കളയാണ്. RAF പ്രതിഷേധക്കാർക്കെതിരെ ഇലക്ട്രിക് സ്റ്റൺ ഗൺ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും പാറ്റ പാർട്ടികൾക്ക് നേരെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകർക്ക് നേരെ അവർ കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങളും ഓരോ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളും അടക്കം, അതായത് പോലീസിന്റെ വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു, വനിതാ ഒരു ദേശീയ മാധ്യമത്തിലെ വനിതാ റിപ്പോർട്ടറെ പൊതുമധ്യയെ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, കൂടാതെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്നു. കൂടാതെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഒരു പാറ്റ പ്രവർത്തകൻ അശ്ലീലമായ ചില ആംഗ്യങ്ങൾ കാണിക്കുന്നു ഉൾപ്പെടെയുള്ള, അതായത് ഡ്രസ്സൊക്കെ അഴിച്ചുകൊണ്ട് പൊതുമധ്യത്തിൽ നിന്നുകൊണ്ട് വനിതകൾക്ക് നേരെ മോശമായ ചില ആംഗ്യങ്ങൾ കാണിക്കുന്നു. ഇതെല്ലാം പോലീസ് ഇപ്പോൾ വലിയ രീതിയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളടക്കം, ദേശീയ മാധ്യമങ്ങളടക്കം ഈ വീഡിയോസ് എല്ലാം തന്നെ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശദമായ തന്നെ ഒരു പരിശോധനയ്ക്ക് പോകുന്നു. കൂടാതെ ശക്തമായ ഒരു നടപടിയിലേക്കും കൂടെ ഡൽഹി പോലീസ് ഇപ്പോൾ കടക്കുകയാണ്.